ഹായ് ഓൾ, നമുക്ക് ഈ ഐറ്റം ഉണ്ടാക്കാനായി വേണ്ടത് ഒരു 1.5 1.25 ഇഞ്ച് റെഡ്യൂസർ, ഒരു 1.25 ഇഞ്ച് PVC പൈപ്പാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റെഡ്യൂസറിൻ്റെ അകത്തൊരു സ്റ്റോപ്പറുണ്ട്. ഈ സ്റ്റോപ്പർ നമ്മൾ ഇതേപോലെ ഗ്രൈൻഡ് ചെയ്ത് കളയണം. കണ്ടു ഗൈസ്, സ്റ്റോപ്പർ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് പൈപ്പ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇതേപോലെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതേ രീതിയിൽ വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഗൈസ്, ഇനി റെഡ്യൂസറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. അതിനായി ഇതേപോലെ മാർക്ക് ചെയ്യുക. ശേഷം ഇതേപോലെ ഹോളിട്ടെടുക്കുക. കണ്ടു ഗൈസ്, ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഗൈസ്, ഇതുപോലെ ഒരു PVC ഷീറ്റ് എടുത്തിട്ട് ഇതിൽ 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു റൗണ്ട് വരച്ചെടുക്കണം. കണ്ടു ഗൈസ്, റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കണ്ടു ഗൈസ്, PVC റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത് DC ഡ്രോൺ മോട്ടറാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഡ്രോൺ മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. കണ്ടു ഗൈസ്, ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ ഒന്ന് വെച്ച് നോക്കാം. ഹോൾ സെറ്റാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്വിച്ച് മാർക്ക് ചെയ്യണം. അതിനായി ഇതേപോലെ PVC പൈപ്പ് റെഡ്യൂസറിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ഇതേ അളവിലായിരിക്കണം പൈപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് സ്വിച്ച് മാർക്ക് ചെയ്യാം. കണ്ടു ഗൈസ്, സ്വിച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ അളവിൽ ഇതെന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. കണ്ടു ഗൈസ്, നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഡ്രിൽ മെഷീൻ ഉണ്ടാക്കുന്നതിൻ്റെ. ആ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെഡ്യൂസറിൻ്റെ സ്റ്റോപ്പറും അതേപോലെ തന്നെ സ്വിച്ച് പിടിപ്പിക്കുന്ന ഈ ഹോളും ആ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
ഇനി നമുക്ക് അതിൻ്റെ എഡ്ജ് ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇതേപോലെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഹോള് റെഡിയാക്കുക. ഹോള് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഒന്ന് വെച്ച് വെക്കാം. സ്വിച്ചിൻ്റെ ഹോള് കറക്റ്റാണ്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഡ്യൂസറും ഈ പൈപ്പ് ഊരിയെടുക്കണം. അതിനുശേഷം നമ്മുടെ റൗണ്ടും ഡ്രോൺ മോട്ടർ എടുക്കുക. ഇതേപോലെ പൊട്ടിച്ചെടുക്കണം. ഉണ്ടോ ഗൈസ്, പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 1.25 ഇഞ്ച് പൈപ്പ് എടുത്ത് ഇതേപോലെ പൊട്ടിച്ചെടുക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. കണ്ടു ഗൈസ്, പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു മെറ്റൽ ഷീറ്റ് എടുക്കുക. ഇത് 2.4 സെൻറ്റിമീറ്ററിൽ ഒരു റൗണ്ട് വരച്ചെടുക്കുക. ഇത് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരുന്ന മെറ്റൽ ഷീറ്റ്. പെയിൻറ്റ് ബോക്സിൻ്റെയാണ്. അത് ഇതേപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തു. റൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഗൈസ്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ചെറിയ റൗണ്ടും കൂടെ ഇട്ട് കൊടുക്കണം. ഗൈസ്, ഈ വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ വരച്ചെടുക്കുക. ഇങ്ങനെ വരച്ചെടുക്കുന്നത് നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാനാണ്. വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലീഫ് കട്ട് ചെയ്തെടുക്കണം. കണ്ടു ഗൈസ്, ഈ അകത്തിട്ടേണ റൗണ്ടിൻ്റെ അവിടെ വരെയാണ് നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനാണ് നമ്മൾ ഉള്ളിൽ റൗണ്ട് ഇട്ട് കൊടുത്തത്. ഇതേപോലെ പ്ലെയർ ഉപയോഗിച്ച് ലീഫ് സെറ്റാക്കി എടുക്കുക. ലീഫ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഡ്രില്ല് ഉപയോഗിച്ച് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ ഒരു ചെറിയ സ്ക്വയർ PVC എടുത്തിട്ട് ഹോളിൻ്റെ സെൻറ്ററായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റലിലേക്ക് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് കഴിയുമ്പോൾ ലീഫ് കറങ്ങി കഴിയുമ്പോൾ തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇതേപോലെ PVCയുടെ പീസ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ ഹോളിട്ട് കൊടുക്കണം.
ഇനി ഗൈസ് നമുക്ക് DC മോട്ടറിലേക്ക് ഈ ലീഫ് പിടിപ്പിക്കണം. അതിനെ ഇതേപോലെ റെഡ്യൂസർ ആദ്യം PVCയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ലീഫ് ഇതേപോലെ സെറ്റ് ചെയ്യുക. പശ വെച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്കി നോക്കണം എവിടെയെങ്കിലും ടച്ച് ആവുന്നുണ്ടോയെന്ന്. എന്നിട്ട് ഇതേപോലെ ബാക്കിലേക്ക് വലിച്ചു വെക്കുക. അതിനുശേഷം ലീഫ് ഒന്ന് കറക്കി നോക്കുക, എവിടെയും ടച്ച് ആവുന്നില്ല എന്ന് കൺഫേം ആക്കണം. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് സ്വിച്ച് പിടിപ്പിക്കണം. അതിനായി ഇതേപോലെ സ്വിച്ച് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഞാനിവിടെ 2 ചുവപ്പ് വയർ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നോർമൽ DC ബാറ്ററിയിലും ഒന്ന് DC അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് 2 വയർ എടുക്കാൻ കാരണം. ന്യൂട്രൽ വയർ ഈ വീഡിയോ കാണുന്ന പോലെ ഷിമ്മിട്ട് കൊടുത്ത് സോൾഡർ ചെയ്തെടുക്കുക. ഇത് DC ബാറ്ററി ഹോൾഡറിൻ്റെ കണക്ടറാണ്. ഒരു റെഡ് വയർ എടുത്തിട്ട് ഇതേപോലെ പിടിപ്പിക്കുക. ന്യൂട്രൽ ഇതേപോലെ ബ്ലാക്ക് വയറിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് DC കണക്ടറാണ്. കണക്ടർ ഇതേപോലെ കണക്ട് ചെയ്യുക. ന്യൂട്രലിൽ മൈനസും പ്ലസ്സിൽ ഫേസും കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇത് 1.25 ഇഞ്ച് ഒരു എൻഡ് ഗ്യാപ്പാണ്. ഇതുപോലെ ഒരു എൻഡ് ഗ്യാപ്പ് മേടിച്ചിട്ട് സെൻട്രലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് DC ഫീമെയിൽ കണക്ടർ ഇതേപോലെ വെച്ച് പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ബാറ്ററി ഹോൾഡർ. ഇതേപോലെ കണക്ട് ചെയ്യുക. നാല് ബാറ്ററി ഇട്ട് കൊടുത്ത് ഇതേപോലെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ അകത്തേക്ക് കയറ്റി വെച്ച് അടച്ചെടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയാലോ. ഗൈസ്, നല്ല കലക്കൻ എയർ ഫ്ലോയാണ് പുറത്തേക്ക് ഇടുന്നത്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കണ്ടോട്ടെ ഗൈസ്, നമ്മുടെ മെഷീൻ 100% വർക്കിംഗ് ആണ്. കാരണം നമുക്ക് ഇതേപോലെ തീ കത്ത് പിടിപ്പിക്കാം. നമുക്ക് ഊതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കണ്ണിൽ പുകയടിച്ച് വെള്ളം വരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും ഈ മെഷീനൊന്നും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സുഖമായിട്ട് നമുക്ക് കത്തുപിടിപ്പിക്കാനായിട്ട് പറ്റും.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. ഈ ടൂളിന് ഞാനൊരു പേരിട്ടിട്ടില്ല, അപ്പോൾ നിങ്ങൾ ആ പേരൊന്ന് കമൻറ്റിൽ സജസ്റ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്.